കോഴിക്കോട് തീപിടുത്തമുണ്ടായ സ്ഥലത്തിപ്പോൾ KSEBയുടെ പരിശോധന നടക്കുകയാണ്. സമീർ സി മുഹമ്മദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സമീർ, ഈ ദുരൂഹതയില്ല ഈ തീപിടുത്തത്തിൽ, ഷോർട്ട് സർക്യൂട്ട് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്കൊക്കെ എത്തുന്നുണ്ടല്ലോ. KSEB എന്താണ് പറയുന്നത്? പരിശോധന എവിടെ വരെ എത്തി സമീർ? ഉന്മേഷ്, കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് KSEB ഉദ്യോഗസ്ഥരുടെ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. വിവിധ യൂണിറ്റുകളിൽ നിന്നായി എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഈ പരിശോധന നടത്തുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ RMA യൂണിറ്റിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ പരിശോധന. ഏതെങ്കിലും വിധത്തിൽ ഇവിടെ നിന്ന് ഷോർട്ട് സർക്യൂട്ടിലോ അല്ലെങ്കിൽ അമിതമായ വിധത്തിൽ എന്തെങ്കിലും വൈദ്യുതി പ്രവാഹമോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യം പരിശോധിച്ചത്. നിലവിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ പ്രത്യേകമായിട്ടുള്ള സജ്ജീകരിച്ചിട്ടുള്ള ആ വാഹനത്തിൽ അവരെത്തിക്കൊണ്ട് മുകളിൽ കയറി ആ ഭാഗം കൂടി പരിശോധിച്ചു. ആ ഭാഗത്തേക്ക് ഏതെങ്കിലും വിധത്തിൽ ഷോർട്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ മഴയോ മറ്റോ എന്തെങ്കിലും കാരണത്താൽ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി എങ്ങനെയും ഷോർട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും പരിശോധിച്ചു. നിലവിൽ അത്തരത്തിൽ പുറത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല ഈ തീപിടുത്തത്തിന് ഇടയാക്കിയത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അകത്തുണ്ടായിട്ടുള്ള ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലുള്ള തീപിടുത്തത്തിന് ഇടയാക്കിയത് എന്നാണ് KSEB ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിന്റെ RMA യൂണിറ്റ് കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം തന്നെ അതിന്റെ ഭാഗത്ത് ഈ ഈ തീപിടുത്തം ഉണ്ടായ ആ കെട്ടിടത്തിന്റെ ഭാഗത്തുള്ള പരിശോധനയും പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും സാധ്യതകൾ, പുറത്തുനിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി അവർ പരിശോധിക്കുന്നു. നിലവിലെ പരിശോധനയിൽ അവർക്ക് ലഭ്യമായിരിക്കുന്നത് അകത്ത് ഉണ്ടായിട്ടുള്ള ഷോർട്ട് സർക്യൂട്ടാണ് ഈ വലിയ തീപിടുത്തത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌണിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത്. പിന്നീട് അത് പടർന്നു പിടിക്കുകയായിരുന്നു എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അകത്ത് ഇപ്പോൾ ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെ ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ മറ്റേ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള പരിശോധനയും ആരംഭിച്ചിരിക്കുന്നു. നിലവിൽ ഇലക്ട്രിക്കൽ ഡിറ്റക്ടറേറ്റിൻ്റെയും അതുപോലെ തന്നെ ഈ ഡിസാസ്റ്റർ വിഭാഗത്തിൻ്റെയും കൂടെ ആദ്യഘട്ട പരിശോധനയിൽ പറയുന്ന കാര്യം ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ്. അത്തരത്തിലുള്ള സാധ്യതയുള്ളൂ, മറ്റു തരത്തിലുള്ള സാധ്യതയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. ഉന്മേഷ്, ശരി, KSEBയുടെ പരിശോധന നടക്കുന്നു. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്നത് അവർ അല്പസമയത്തിനകം വ്യക്തമാക്കുകയും ചെയ്യും.